ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിപ്പോൾ ഉദയപൂരിലുള്ളത്. ഉദയപൂരിലെ ഹീറോൻ്റെ ആറ്റവും ലേറ്റസ്റ്റ് എക്സ്ട്രീം 250R റൈഡ് നോക്കാനാണ് വന്നേക്കുന്നത്. 250cc എഞ്ചിൻ സെഗ്മെൻറ്റിലെ ഹീറോൻ്റെ ആദ്യത്തെ എൻട്രിയാണ് ഈ എക്സ്ട്രീം 250R. സോ നമുക്ക് ഈ ഭാഗത്തിൻ്റെ കൂടുതൽ കിടക്കാം. വെൽക്കം ടു ഫ്ലൈ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് ഈ പുതിയ എക്സ്ട്രീം 250Rന്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ്സ് കാണാൻ പറ്റും. കുറച്ചുകൂടി ഡൗൺ സൈഡ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു സ്റ്റാൻസ് വരുന്നുണ്ട്. ഒരു നേക്കഡ് സ്പോർട്സ് ഒരു പ്രീമിയം ബൈക്കിൻ്റെ ഒരു സ്റ്റാൻസാണ് ആകമൊത്ത് വന്നേക്കുന്നത്. ഇതൊരു LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ DRLs കാണാം. ഒരു ഇൻ്റലിജൻറ്റ് ലൈറ്റാണ് പറയുന്നവർ. ഇൻ്റലിജൻറ്റ് ഉദ്ദേശിച്ചത് രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തും. സോ ദാറ്റ്സ് എ ഗുഡ് അഡ്വാൻറ്റേജ്. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ 110mm ടയേഴ്സാണ് വരുന്നത്. 17-inch വീൽസ് തന്നെയാണ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ്സാണ് വരുന്നത്. ഈ ഡയമണ്ട് കട്ട് എന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല കേട്ടോ. ഇവിടെ ഒരു ചെറിയ സിൽവർ പോർഷൻ കാണുന്നില്ലേ? അപ്പോൾ ആ വീലിന് മാത്രം കട്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഓഫ് ടോൺ വരുന്നത്, ഡുവൽ ടോൺ ആവുന്നതിനാണ് ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത്. സോ ഡയമണ്ട് കട്ട് അലോയ്സാണ് വരുന്നത്. 320mm പെറ്റൽ ഡിസ്ക്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും പെറ്റൽ ഡിസ്ക് തന്നെയാണ്. പെറ്റൽ ഡിസ്കിൻ്റെ ഗുണം എന്താ വെച്ചാൽ കുറച്ചുകൂടി നല്ലോണം ഹീറ്റ് റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻസി കിട്ടും, കുറച്ചുകൂടി ലൈഫ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 43mm അപ്സൈഡ് ഡൗൺ ഫോഗ്സ് ആണ്. 120mm സ്ട്രോക്ക് ലെങ്ത് ഉണ്ട്. സോ അത്യാവശ്യം നല്ലൊരു കുഴിയൊക്കെ ചാടിയാലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ 43mm വൈഡ് ആയിട്ടുള്ള ഷോക്സ് ആയതുകൊണ്ട് നല്ല സ്റ്റേബിളാണ്. ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. കുറച്ചുകൂടെ കോർണേഴ്സൊക്കെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്പർ പ്ലേറ്റ് കാണാം. നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഇന്ത്യൻ ഇതിന് നമ്പർ പ്ലേറ്റ്സ് ഇവിടെ വെക്കുന്നത്. പിന്നെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതും നമുക്ക് ഹാസാർഡ് ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, നമുക്ക് ഹാസാർഡ് ഫംഗ്ഷൻ ഓൺ ആക്കാൻ പറ്റും. അതിൻ്റെ ബാക്കിൽ ചെറിയൊരു LCD ക്ലസ്റ്റർ ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് ഞാൻ പറയാം. അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഹാൻഡിൽ ബാർ അത്യാവശ്യം നല്ല വൈഡാണ്. ആ വൈഡ് ആവുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ആൾ തന്നെയാണ്. ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഏകദേശം എൻ്റെ ഷോൾഡറിന് കറക്റ്റായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എവിടെയാണെന്ന് വെച്ചാൽ ഈ മിറേഴ്സിൻ്റെ ഉപയോഗത്തിലാണ്. കാരണം വൈഡ് ആയതുകൊണ്ട് മിറേഴ്സും എൻ്റെ പുറത്തേക്ക് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വ്യൂ കിട്ടും. സാധാരണ ബൈക്കിലൊക്കെ എനിക്ക് മിററിൻ്റെ പകുതി കട്ട് ഓഫ് ആയി പോകും, കാരണം ക്ലോസ് ആയതുകൊണ്ട്. ദിസ് ഇസ് ഗുഡ്. ബാക്കിലേക്ക് ടാങ്കാണ്. 11.5 ലിറ്റേഴ്സിൻ്റെ ടാങ്ക്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് നല്ല റേഞ്ചും കാര്യങ്ങളും കിട്ടും, മൈലേജ് കിട്ടും. മൈലേജ് കുറിച്ചൊക്കെ വരാം. അതിൻ്റെ മേളിൽ നമുക്കൊരു ചെറിയ USB പോർട്ട് കാണാം. നല്ലൊരു ഫീച്ചറാണ് USB പോർട്ട് വരുന്നത്. ഇവിടെ എക്സ്ട്രീം എന്നുള്ള എഴുത്തും കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ ഒരു കൗള് കാണുന്നു. ഡിസൈനിൻ്റെ കാര്യത്തിൽ നന്നായിട്ടുണ്ട്. ഇതിപ്പോൾ യെല്ലോ വേരിയൻ്റാണ് വന്നേക്കുന്നത്. 3 കളർ ഓപ്ഷൻസ് ഉണ്ട്: റെഡ്, യെല്ലോ, ബ്ലാക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് തന്നെയാണ്. കാരണം എനിക്ക് ബ്ലാക്കിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട്. പക്ഷേ കാണാൻ ഇവിടെ കുറച്ചും കൂടെ മൂന്നും കൂടെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഐ ഫീൽ ദിസ് കളർ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. പിന്നെ സ്വിച്ച് ഗിയർ ആണ്. സ്വിച്ച് ഗിയറൊക്കെ വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഇപ്പോൾ അവർ സ്റ്റാൻഡേർഡ്സ് വളരെയധികം റേസ് ചെയ്തിട്ടുണ്ട്. വെൽ ആൻഡ് ഗുഡ്. നമുക്കിപ്പോൾ ഗ്ലൗസ് ഇട്ടാലും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുന്നുണ്ട് എല്ലാ കമ്പനീസിൻ്റെ സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ. ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. കാരണം നേരത്തെയൊക്കെ സ്വിച്ച് ഗിയറിൻ്റെ ചെറുതായതുകൊണ്ട് നമുക്ക് ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ശരിക്കും മനസ്സിലാവുമായിരുന്നു. പിന്നെ ലിവേഴ്സും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി കൂടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇറ്റ് ഫീൽസ് ഗുഡ്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ സീറ്റാണ്. സീറ്റ് ഇപ്പോൾ 806mm റൈഡ് ഹൈറ്റാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ 5'10" ആയിട്ടൊരാളാണ്. അയ്യോ കാലിടിച്ചു. പക്ഷേ എനിക്ക് വളരെ എളുപ്പത്തിൽ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ഷോർട്ടർ റൈഡേഴ്സിനും ഇങ്ങനെയാണെങ്കിലും എളുപ്പത്തിൽ വെക്കാൻ പറ്റും. റൈഡ് ഹൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് റൈഡിങ് ട്രയാങ്കിളിനെ കുറിച്ച് ഞാൻ പറയാം. വെരി കംഫർട്ടബിൾ ആയിട്ട് റൈഡിങ് ട്രയാങ്കിൾ ഞാൻ റൈഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ബാക്ക് സീറ്റിൽ പില്ലിനെ കുറിച്ച് പറയുമ്പോൾ പില്ലിന് സീറ്റ് കംഫർട്ടബിൾ ആണ്. ഇതും സീറ്റ് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ അധികം റൈഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഓടിച്ചത്രയും ദൂരം, ഏകദേശം 2 മണിക്കൂർ ഓടിച്ചുള്ളൂ. ഓടിച്ചത്രയും ദൂരം എനിക്ക് ഒരു രീതിയിലുള്ള ഫിറ്റിങ്ങും ഫീൽ ചെയ്തില്ല, ഒരു ഡിസ്കംഫർട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഇറ്റ്സ് വെരി നൈസ്. പില്ലൻ സീറ്റ് പക്ഷേ ചെറുതായതുകൊണ്ട് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തേക്കാം. ബാക്കിലേക്ക് നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് കാണാൻ പറ്റും. നല്ല വൃത്തിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. ബാക്കിൽ നിന്ന് കാണു കഴിഞ്ഞാൽ ബാക്കിൽ പിന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് കാണാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മഡ് ഗാർഡ് പോലെ വന്നേക്കുന്നത്. നമുക്ക് ബാക്ക് സ്പ്ലാഷ് ഇല്ലാതിരിക്കാൻ, കാരണം ഇവിടെ വെച്ച് കട്ട് ഓഫ് ആവുന്നുണ്ട് ആ ഡിസൈനിൻ്റെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 130mm ടയേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ 230mm പെറ്റൽ ഡിസ്ക്കാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം തന്നെ ഞാൻ പറഞ്ഞു ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ടാണ് പെറ്റൽ ഡിസ്ക് കൊടുത്തേക്കുന്നത്. വിച്ച് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി, വിച്ച് ഇംപ്രൂവ്സ് ലൈഫ്, വിച്ച് ഇംപ്രൂവ്സ് ദ ബ്രേക്കിംഗ് ക്വാളിറ്റി. പിന്നെ അതുപോലെ തന്നെ റെക്ടാങ്കിൾ ആയിട്ടുള്ള സ്വിംഗ് ആമാണ് വരുന്നത്. അതും കുറച്ചുകൂടെ സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ കൂട്ടും. ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഓവറോൾ റൈഡബിലിറ്റി, ഹാൻഡ്ലിങ്. പിന്നെ ചെയിൻ ഡ്രൈവാണ് വരുന്നത്. ചെയിൻ ഡ്രൈവ് ബെൽറ്റ് ഡ്രൈവ് ആക്കിയാലും ചെയിൻ ഡ്രൈവ് ആക്കിയാലും ഐ ഡോണ്ട് ഫീൽ മച്ച് ഓഫ് എ ഡിഫറൻസ്. ചെയിൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഷോർട്ടായിട്ടുള്ള എക്സോസ്റ്റാണ് വരുന്നത്. എക്സോസ്റ്റിൻ്റെ നോട്ട് വളരെ രസമായിട്ടുണ്ട്. അത് കേൾപ്പിച്ചു തരാം.
എക്സോസ്റ്റിൻ്റെ നോട്ട് വളരെ നന്നായിട്ടുണ്ട്. ഷോർട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു പഞ്ച് എക്സോസ്റ്റാണ് വരുന്നത്. സോ ദിസ് ഈസ് ഇറ്റ്. ഇനി നമുക്ക് എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം, പിന്നെ റൈഡിനെ കുറിച്ചും. ഒരു ഡുവൽ ഓവർഹെഡ് ക്യാമ്പ് 250cc 4 വാൾ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇത് വരുന്നത്. ലിക്വിഡ് ആൻഡ് എയർ കൂൾഡ് എഞ്ചിനാണ് ഇത്. 250cc എഞ്ചിനാണ്. ഹീറോൻ്റെ ഫസ്റ്റ് ആണ് 250cc എഞ്ചിൻ വരുന്നത്. അതോട്ട് വെച്ചേക്കുന്നത് തന്നെ എക്സ്ട്രീമിലാണ് വെച്ചേക്കുന്നത്. സോ ദാറ്റ് ഷോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് എക്സ്ട്രീം എന്നൊരു ബ്രാൻഡ് അവർ കാണുന്നുള്ളത്. ഈ ബൈക്ക് അവർ ആദ്യം ഷോക്കേസ് ചെയ്തത് ഓട്ടോ എക്സ്പോയ്ക്ക് ആയിരുന്നു. അന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ റൈഡിങ് ഇറ്റ് ഐ ഫീൽ കുറച്ചും കൂടെ റിഫൈൻ വരാനുണ്ട്. എന്നാലും ഫോർ ദാറ്റ് ഫസ്റ്റ് സീരീസ് ഈ എൻജിൻ വളരെ പഞ്ചി ആയിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ഏകദേശം 30 PS ഓഫ് പവർ അറ്റ് 9250 RPM, 25 Nm ഓഫ് ടോർക്കുമാണ്, വിച്ച് ഈസ് വെരി വെരി ഗുഡ്. ആൻഡ് ഐ ഫീൽ ഇപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ ട്യൂൺ ചെയ്തേക്കുന്നത് എക്സ്ട്രീം ആയതുകൊണ്ട്, ഇത് കരിസ്മയും അങ്ങനത്തെ സ്പോർട്ട് ബൈക്ക് അല്ല, എക്സ്ട്രീമാണ്. കുറച്ചും കൂടെ സിറ്റി ഫോക്കസ്ഡ് ഒരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ മിഡ് റേഞ്ചും ലോ റേഞ്ച് ടോർക്കും നല്ല രീതിക്കുണ്ട്. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ട്രാക്റ്റബിൾ ആയിട്ടൊരു എഞ്ചിനാണ്. ബേസിക്കലി നമുക്ക് അധികം ഗിയർ ഷിഫ്റ്റ് ഇല്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു തേർഡ് ഗിയറിലാണെങ്കിലും 20 പുള്ള് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് വെരി ഗുഡ്. ഇൻസൈഡ് സിറ്റി അത് വളരെയധികം ഉപയോഗപ്പെടും. ആൻഡ് ഐ ഫീൽ ഈ ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാർ കംഫർട്ടബിൾ ആയിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും ഉപയോഗിക്കാനായിട്ട്. ആൻഡ് ഇനി ഇതിൻ്റെ കറക്റ്റ് മനസ്സിലാവേണ്ട മൈലേജാണ്. മൈലേജ് നമുക്ക് എന്തായാലും ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യേണ്ട മനസ്സിലാവുള്ളൂ. അവരിപ്പോൾ പറയുന്ന മൈലേജ് ഒന്നും നോക്കണ്ട. സോ ഇനി നമുക്കിൻ്റെ റൈഡിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അധികം ദൂരം ഞാൻ പോയിട്ടില്ല. പക്ഷേ ഈ എൻജിൻ ആയതുകൊണ്ട് ഇറ്റ് വാസ് വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ട്രാക്ടർ ഇതിന് ആദ്യം ഗിയർ ഷിഫ്റ്റിന് വേണ്ടിയില്ല. ഞാൻ ഒരു ഹൈ റേഞ്ചിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കയറ്റം ഉണ്ടായിരുന്നു. ആ കയറ്റത്തും എനിക്ക് തേർഡും ഫോർത്തിലും എനിക്ക് പുള്ള് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ അജാസിൻ്റെ ട്രാക്കിംഗ് കാറായിട്ട് പോകുമ്പോൾ എനിക്ക് ബ്രേക്കിംഗ് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഒരു ഹൈ സ്പീഡ് എനിക്ക് പോകാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ചെറിയ പോയ ഡിസ്റ്റൻസിൽ തന്നെ ബ്രേക്കിംഗ് എനിക്ക് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. കുറച്ചുകൂടി ഒരു ഗ്രിപ്പിയർ ആവായിരുന്നു. പിന്നെ സ്വിച്ചബിൾ ആയിട്ടുള്ളൊരു ABS ആണ് വരുന്നത്. നമുക്ക് ABS ഓഫ് ചെയ്യാൻ പറ്റും. ABS പിന്നെ 2 റൈഡ് മോഡ്സ് വരുന്നുണ്ട്, സ്പോർട്ടും സിറ്റിയൊക്കെ. പവറും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ABSും ഓഫ് ചെയ്യാൻ പറ്റുന്നതും ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഫുൾ ഹീറോ കണക്റ്റോട് കൂടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. സംഭവം ചെറുതാണെങ്കിലും വളരെ ലെജിബിൾ ആയിട്ടുള്ള, വളരെ യൂസബിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാം വളരെ നീറ്റായിട്ട് എനിക്ക് വായിക്കാൻ പറ്റും. ഞാൻ റൈഡ് പോയപ്പോൾ ഞാൻ തീരെ നോട്ടീസ് ചെയ്തില്ല ഇതൊരു ചെറിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. എനിക്ക് കിട്ടേണ്ട എല്ലാ ഡീറ്റെയിൽസും ഒറ്റ നോട്ടിലേയും കിട്ടുന്നുണ്ട്, വിച്ച് വെൽ ഡിസൈൻഡ്. എനിക്കൊന്നും തെറ്റൊന്നും പറയാനില്ല. നമുക്ക് പിന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളുള്ളത്. നമുക്കിതിൽ ഫുള്ളായിട്ട് നമുക്കിതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെയാണ് ABSും സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരിക. ഇൻഫോ കാര്യങ്ങൾ കിട്ടും, സർവീസ് ഡ്യൂ ഡേറ്റ് കിട്ടും. പിന്നെ ABS മോഡ് നമുക്ക് റോഡും ട്രാക്കും ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഫുൾ അപ്പിയറൻസ് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നാവിഗേഷൻ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ eSIM-ഓട് കൂടിയിട്ടുള്ള കണക്ടിവിറ്റിയാണ് ഇപ്പോൾ ഹീറോ കണക്റ്റിൽ വരുന്നത്. eSIM-ലോട് ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഓവർ ദി എയർ അപ്ഡേറ്റ്സ് കിട്ടുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്കപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷനും കാര്യങ്ങളും ഇതിൽ കാണിച്ചു തരും. ഒരു മാപ്പായിട്ട് വരില്ല, പക്ഷേ നമുക്ക് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ കുറച്ച് കമ്പനീസ് ഉള്ള പോലെ തന്നെ നമുക്ക് ഹെഡ്ഫോൺസിലേക്കുള്ള കണക്ടിവിറ്റി നമുക്ക് ആയിട്ടില്ല അതും. ബട്ട് ഐ ഫീൽ ദാറ്റ്സ് എൻ എക്സ്ട്രാ ഗിമിക്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ഒന്നും പറയാനില്ല. 1.8 lakhs ആണ് ഇപ്പോൾ ഒരു ലോഞ്ച് എടുക്കുന്ന പ്രൈസ്. ഇതിനൊരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഇപ്പോൾ പൾസറിന് 250 ഉണ്ട്, പിന്നെ ഡോമിനർ 250 ഉണ്ട്. ഡോമിനർ ആയിരിക്കും ഏകദേശം ഒരു പ്രൈസ് റേഞ്ചിൽ മാച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്കിയെല്ലാം കുറച്ചുകൂടി പ്രൈസ് കുറവാണ്. ബട്ട് ഐ ഫീൽ ദിസ് ഇസ് എ ഗുഡ് ബൈ ഫോർ ദ പ്രൈസ്. കാരണം ഈ പ്രൈസിന് നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ലുക്കിംഗ് ആയിട്ടുള്ളൊരു ബൈക്കാണ് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഹീറോ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹീറോ എവിടെയായിരുന്നു അവിടെ നിന്നൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത് കേട്ടോ. 6 സ്പീഡ് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കാണ് വരുന്നത്. അതും ഹാൻഡ്ലിങ്ങിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ചെയ്തപ്പോൾ ബാക്ക് പുറത്തേക്ക് പോയി ഒരു വളവിൽ വെച്ചിട്ട്. പക്ഷേ ഇതിൽ പ്രീലോഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം താങ്ക്ഫുള്ളി ഇറ്റ് വാസ് സെറ്റ് ഫോർ മൈ വെയിറ്റ് ഓൾസോ. അതുകൊണ്ട് എനിക്ക് എവിടെയും ട്രാക്ഷൻ കട്ടാവാണ്ടും റോട്ടിൽ നിന്നുള്ള ബന്ധം പോകാണ്ടും ആ കോർണറിങ് കവർ ചെയ്യാൻ പറ്റി. പറയാൻ പറ്റിയ ഒരു കാര്യം. സോ അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ വേർഡിക്റ്റ്, ഐ ഫീൽ ഈ ഒരു കാറ്റഗറി, അതായത് 250cc കാറ്റഗറിയിലേക്ക് ശരിക്കും ഒരു സ്പോർട്ട് ബൈക്കിൻ്റെ ഒരു എൻട്രി കാറ്റഗറിയാണ് 250cc എന്നുള്ളത്. കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ആയിട്ടുള്ള, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടൊരു ബൈക്കിൽ എൻട്രി കാറ്റഗറിയാണ്. അപ്പോൾ ഈ ബൈക്കിൽ പരീക്ഷിച്ച് നമ്മളൊന്ന് സെറ്റായിട്ട് വേണം ഇതിന് മേളിൽ കയറി. അല്ലാണ്ട് ഒറ്റയ്ക്ക് 600cc ബൈക്കൊന്നും ഒരിക്കലും പോയി മേടിക്കരുത്. ഈ പവറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ട് വേണം കയറി വരാൻ. സോ ഐ ഫീൽ ദിസ് ഇസ് എ വെരി ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്.
ഈ ഒരു കാറ്റഗറി ബൈക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് വാസ് മൈ വേർഡിക്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈ മലയാളം. ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായി കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.